കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന യുവജന സമ്പർക്ക യാത്രയിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തോട് വിശദീകരിച്ച ചാണ്ടിയുമ്മൻ പരിപാടിയിൽ എത്താതിരിക്കാൻ കാരണമായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. ചാണ്ടിയുമ്മൻ പറഞ്ഞ വാക്കുകൾ 100% തൃപ്തികരമാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. അതിനിടെ ഹൈക്കമാൻഡിന് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. പിന്നെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ കോർപ്പറേഷൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടി ഏതാനും ദിവസങ്ങളായി നടത്തിവരുന്ന പരിപാടിയാണ് യുവജന സമ്പർക്ക യാത്ര. ഈ പരിപാടിയിൽ ഇന്ന് ചാണ്ടിയുമ്മനും രമ്യ ഹരിദാസുമായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും ക്ഷണിക്കപ്പെട്ട പാർട്ടി പരിപാടിയിൽ ചാണ്ടിയുമ്മൻ എത്തിയില്ല. ഇതോടെ ഷാഫി പറമ്പിൽ അനുകൂലികൾക്ക് മേൽക്കൈയുള്ള നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ ടി സിദ്ദിഖ് വിലക്കി എന്ന ആരോപണമുയർന്നു. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC നേതൃത്വത്തിന് പരാതി നൽകി. ഇക്കാര്യം അന്വേഷിക്കുമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും വ്യക്തമാക്കി. ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടിയുമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല, ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയുമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു. ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും. മിനിഞ്ഞാന്ന് മാത്രമാണ് തന്നെ ക്ഷണിച്ചതെന്നും ദുബായിൽ നിന്നും കോഴിക്കോടെത്താൻ വൈകിയത് കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനായില്ല എന്നുമായിരുന്നു ചാണ്ടിയുമ്മന്റെ ആദ്യ വിശദീകരണം. മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് ദുബായിൽ നിന്നൊരു സഹപ്രവർത്തകൻ പറഞ്ഞു, ചില ചർച്ചകൾ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തണം. ഞാൻ ഒറ്റ ദിവസത്തേക്ക് ദുബായിൽ പോയ ആൾ. ഇന്ന് വെളുപ്പിനെ 3:30-ക്കാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. 5 മണിയായി ഹോട്ടലെത്തിയപ്പോൾ. ഇതൊരു ഏറ്റ പരിപാടിയല്ല. ഈ പരിപാടി ഏറ്റത് രമ്യ ഹരിദാസാണ്. ഈ പരിപാടിക്ക് എന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. പിന്നാലെ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന പരിപാടിയിൽ ചാണ്ടിയുമ്മൻ പങ്കെടുക്കുകയും ചെയ്തു. അതിനിടെ വിഷയത്തിൽ ഹൈക്കമാൻഡിനുൾപ്പെടെ പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP റമീസ് വ്യക്തമാക്കി. ഞങ്ങൾ ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ MLAയും പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് മുൻ MP-യുമാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിച്ചത്. അത് കൃത്യമായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്താണ് ചാണ്ടിയുമ്മൻ വരാത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. മിനിഞ്ഞാന്നല്ല, ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഒരാഴ്ചക്ക് മുകളിലായി. ഞങ്ങൾ DCC പ്രസിഡന്റിനും KPC പ്രസിഡന്റിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവർക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ നൽകാനാണ് തീരുമാനിച്ചത്. സംഭവം വലിയ വിവാദമായതോടെ ചാണ്ടിയുമ്മൻ കോഴിക്കോട് DCC ഓഫീസിൽ നേരിട്ടെത്തി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടായി എന്ന് വിശദീകരിച്ചതോടെ പ്രശ്നത്തിൽ താൽക്കാലിക മഞ്ഞുരുകലുമുണ്ടായി. കോഴിക്കോട് കോൺഗ്രസിൽ ടി സിദ്ദിഖ് ഗ്രൂപ്പ്, ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് എന്നൊന്നില്ലെന്ന് DCC അധ്യക്ഷനും വ്യക്തമാക്കി. ക്യാമറ പേഴ്സൺ സജീദ് തറയിലിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.